മേനു ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് എല്ലാവരും അറിയിക്കണം. ഇത് പുറത്തു പറഞ്ഞാല് മരിച്ച ഒരാളല്ലേ. എന്റെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അവൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. മൂന്നാറിൽ വെച്ചിട്ട് അവളെ ഇതുപോലെ വേറൊരു അഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച സമയത്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റിഫ മരിച്ചതുമായി ബന്ധപ്പെട്ട് റിഫയ്ക്ക് നീതി കിട്ടിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. മെഹനാസിന്റെ രണ്ടാം ഭാര്യയായ സഫ പറയുന്നത് മെഹനാസ് സഫയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നാണ്. റിഫ മരിച്ചതിനെ തുടർന്ന് മെഹനാസിന്റെ ഫ്രണ്ടായ ജംഷാദ് പറഞ്ഞത് റിഫയെ അന്ന് മെഹനാസ് ഉപദ്രവിച്ചിരുന്നതാണ്. മെഹനാസിന്റെ രണ്ടാം ഭാര്യയായ സഫ മെഹനാസിന്റെ ഉപദ്രവം സഹിക്കാതെ ലല്ലു എന്ന ചെറുപ്പക്കാരന്റെ കൂടെയാണ് ഒളിച്ചോടിയത്. ഈ ലല്ലു എന്ന് പറയുന്ന ആൾ ഒരു ബ്ലോഗറെ സ്നേഹിച്ചിട്ട് ഉടായ്പ് കാണിച്ചിട്ട് ബ്ലോഗർ അടിച്ച് പുറത്താക്കിയതാണ്. അതായത് സ്നേഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ അവന് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. റിഫ മരിച്ചതിന് പിന്നിൽ മെഹനാസാണ്. അപ്പോ സഫയ്ക്ക് എന്തെങ്കിലും ദുരൂഹമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പ്രകാരം റിഫ മരിച്ചത് ഒരിക്കലും ഒരു കൊലപാതകമല്ല. റിഫ തൂങ്ങി മരിച്ചതാണ്. പക്ഷെ അങ്ങനെ മരിക്കാൻ ഒരു കാരണം ഉണ്ടാണല്ലോ. അതിന് സാഹചര്യം ഒരുക്കിയ വ്യക്തി അത് ആരാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒരു വിദഗ്ധനായ ഒരു സർജന് കൊലപാതകവും കൂടാതെ തൂങ്ങി മരിക്കുന്നതും കണ്ടാൽ അറിയാം. അതായത് ഈ രണ്ട് സാഹചര്യങ്ങളിലും കഴുത്തിൽ വരുന്ന പാട്, പൊസിഷൻ എല്ലാം വ്യത്യസ്തമായിരിക്കും. അത് സർജന് പരിശോധിക്കുമ്പോൾ അറിയാം ഇത് കഴുത്തിൽ കയറിട്ട് മുറുക്കിയതാണോ തൂങ്ങിയതാണോ എന്ന്. നമ്മളെക്കാളും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവരെ ചോരയിൽ ഓടുന്നുണ്ടാവില്ല. ഇതിന്റെ അകത്ത് മെഹനാസ് പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു പോയ ഒരാളെ പറ്റി ഒരിക്കലും പറയാൻ പറ്റത്തില്ലാത്ത കാര്യമാണ്. അതായത് റിഫയ്ക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവരെന്നും വഴക്ക് പിടിക്കുമെന്നൊക്കെയാണ് മെഹനാസ് പറയുന്നത്. മെഹനാസും സഫയും കൂടി ഇടുന്ന പല വീഡിയോയിലും റിഫയെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. അതിന്റെ കർമ്മയാണ് സഫയ്ക്ക് ഇപ്പൊ കിട്ടിയത്. അന്ന് റിഫേനെ കുറ്റം പറഞ്ഞ സഫ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ തെറ്റ് ചെയ്യാണ്ട് ശിക്ഷിക്കപ്പെട്ട ഒരാളെ പോലെ തോന്നി സംസാരത്തിലേക്ക്. നമുക്ക് മറ്റാളുടെ ഭാഷ നമുക്ക് കേൾക്കുന്നില്ല. അയാൾ ഈ ലോകത്തിലാലോ. ഞാൻ മേന പറയുന്നതൊക്കെ കേട്ടു. അത് എനിക്ക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നു. വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. റിലേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മേനോട് പറയും ഇതുപോലത്തെ ക്യാരക്ടർ മേനോടാണെങ്കിൽ അവൾ ചിലപ്പോൾ ചെയ്ത തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് മെഹനാസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് സഫ. മെഹനാസിനെതിരെ പറയുന്ന ആളുകളെല്ലാം എതിർത്തിട്ടാണ് വിവാഹം കഴിച്ചത്. അന്ന് റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് മെഹനാസിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ പുറകെ കാദർ കരിപ്പൂടിയൊക്കെ പോയിരുന്നു. മാത്രമല്ല ഇതൊക്കെ പുറത്തു വന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടി എങ്ങനെ പോയിട്ട് അവന് വിവാഹം കഴിച്ചെന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിരുന്നു. നീ കണ്ടൊന്നുമില്ലല്ലോ. ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത് വിശ്വസിച്ചിട്ട് നിന്നെ പോലുള്ളവന്മാരെ വിശ്വസിച്ചിട്ട് ഇങ്ങനെ വന്ന് പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം. കുറച്ച് ബുദ്ധിപരമായി ചിന്തിക്കാൻ നോക്ക്. ഓക്കെ. സഫ അന്നിട്ടൊരു ലൈവാണിത്. മെഹന് പാവമാണ്, മെഹന് മാന്യനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ലൈവ് വന്നത്. ആരും ഒന്നും അറിയാതൊന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സഫയാണ് ഇപ്പൊ മാറ്റി പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ റിഫ അത് ചെയ്യില്ല. കാരണം രാവിലെ ഷോപ്പിലൊക്കെ പോയിട്ട് എല്ലാവരോടും നല്ല സന്തോഷത്തിൽ സംസാരിച്ച ഒരാളാണ് റിഫ. അതിന്റെ CCTV വിഷ്വലൊക്കെ പുറത്തു വന്നതാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് റിഫ ഫ്ളാറ്റിലേക്ക് പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ ഫ്ളാറ്റിൽ വെച്ചോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. റിഫ കാണാൻ പറ്റാത്ത എന്തോ കണ്ടിട്ടുണ്ട്. അത് 100% ഉറപ്പാണ്. സഫയുടെ ഇന്റർവ്യൂവില് സഫ പറയുന്നുണ്ട് മൂന്നാറിലേക്ക് ടൂർ വന്നപ്പോഴത്തേനും മെഹനു റിഫയുടെ ഒരു അവിഹിതം പൊക്കി. അവൾ അങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. മൂന്നാറിൽ വെച്ചിട്ട് അവളെ ഇതുപോലെ വേറൊരു അഫയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ച സമയത്ത് പോലും സൂസൈഡ് ആയ ഒരു വ്യക്തി അത്ര ഹാപ്പി ആയിട്ട് വരുന്ന ഒരാൾ ഒരിക്കലും സൂസൈഡ് തോന്നുന്നില്ല. മൂന്നാർ വെച്ച് ചെയ്യാത്ത ആള് ഇവിടെ വെച്ചിട്ട് ആ ഒരു കാരണം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പോലും റിഫ ആത്മഹത്യ ചെയ്തില്ല. ഒരു വീഡിയോയിൽ റിഫയുടെ അച്ഛനും പറയുന്നുണ്ട് റിഫ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല, അത്രയ്ക്ക് ഫീലുമല്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് റിഫയ്ക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് റിഫയ്ക്ക് തോന്നിക്കാണും. അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായി കാണും. മെഹന് പറഞ്ഞൊരു കാര്യമാണ് റിഫയ്ക്ക് അവിഹിതം ഉണ്ടെന്ന്. അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ പറഞ്ഞതായിരിക്കും. ചാറ്റൊക്കെ അവൻ ഉണ്ടാക്കാമല്ലോ. കാരണം റിഫയുടെ ഫോൺ അവന്റെ കയ്യിലാണല്ലോ. അവൻ അവന്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതായിരിക്കും. അങ്ങനെയും നമുക്ക് അനുമാനിക്കാം. ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും ഇനിയും പെൺകുട്ടികൾ ചെല്ലും. അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട്. അങ്ങനെ പെട്ട ഒരാളാണ് സഫ. റിഫയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് ഏകദേശം ഒരു ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ട്. ഗൈസ്, എന്തൊക്കെയായാലും ഇതോടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.